നമസ്കാരം. നീറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രക്ഷോഭമാണ് രാജ്യതലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാവ് അഭിജിത് ദീപ്കെ തയ്യാറായി എന്നുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് BJP സർക്കാരിൻ്റെ, അതായത് NDA സർക്കാരിൻ്റെ ക്യാബിനറ്റ് യോഗത്തിൽ പ്രധാനപ്പെട്ട 2-3 തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള നീറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർന്നു കഴിഞ്ഞാൽ ഇനി മുതൽ 3 വർഷം എന്നുള്ളത് 10 വർഷത്തോളം വലിയ തരത്തിലുള്ള കഠിന ശിക്ഷയിലോട്ട് നീട്ടി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിലവിലുണ്ടായിരുന്ന 1 കോടി, ഈ പറഞ്ഞ പോലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപ നമ്മൾ അടക്കേണ്ടി വരും. ആ 1 കോടി എന്നുള്ളത് 10 കോടിയിലോട്ട് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതും, മാത്രമല്ല ഫാസ്റ്റ് ട്രാക്ക് ബന്ധപ്പെട്ട് ഇപ്പം ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള കേസുകൾ ഇനി മുതൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലോട്ട് മാറ്റപ്പെടും എന്നുള്ളതും, മാത്രമല്ല വെറും 3 മാസം കൊണ്ട് അതിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങും എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഇതിന് CJP നേതാവ് അഭിജിത് ദീപ്കെയും ബന്ധപ്പെട്ട നേതാക്കന്മാർ അഭിജിത് ദീപ്കെയും ചർച്ച നടത്തി എന്നുള്ളതും, ഇക്കാര്യത്തോട് അവർ യോജിക്കുന്നു എന്നുള്ളതും. പക്ഷേ അപ്പോഴും ചർച്ചയിൽ എത്താത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ്. കാരണം ഇതുവരെ രാജിവെച്ചിട്ടില്ല. രാജിവെക്കല്ലാണ്ട് ഇതിൽ മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനില്ല എന്നാണ് CJPയും അതുപോലെ തന്നെ കോൺഗ്രസും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി കോൺഗ്രസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏകദേശം ഇത്ര നാളിതുവരെയായി കോൺഗ്രസ് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ CJPക്കോ അല്ലെങ്കിൽ അവർ നടത്തുന്ന പ്രൊട്ടസ്റ്റിനോ യാതൊരുവിധ അംഗീകാരവും അല്ലെങ്കിൽ പിന്തുണയും ഇതേവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. കാരണം കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞാൽ, 2013 അന്ന ഹസാരയുടെ ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ്, അത് വലിയ തരത്തിലുള്ള കോൺഗ്രസിന്റെ 2G സ്പെക്ട്രം പോലത്തെ പല കേസുകളും വലിയ തരത്തിൽ മുമ്പോട്ട് കൊണ്ടുവരികയും അത് കോൺഗ്രസിനെ വലിയ തരത്തിലുള്ള തോൽവിയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിരുന്നു അത്. അപ്പോൾ അത്തരത്തിൽ അന്ന് ഈ പറഞ്ഞ പോലെ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ് അന്ന ഹസാരയ്ക്ക് നേതൃത്വം കൊടുത്തതിൽ, അല്ലെങ്കിൽ അന്ന ഹസാരയുടെ പിന്നിൽ കളിച്ചത് BJPയും RSSും ആയിരുന്നു എന്നുള്ളത് പിൽക്കാലത്ത് കോൺഗ്രസ് മനസ്സിലാക്കുന്നു. അപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ CJP ആദ്യ രംഗത്ത് വരുമ്പോൾ കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കന്മാരും ആദ്യം പറഞ്ഞത്, ഈ ഒരു മൂവ്മെന്റുമായി ബന്ധപ്പെട്ട യുവാക്കളുടെ ഈ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിലെല്ലാം കളിക്കുന്നത് RSSും BJPയുമാണ് എന്നുള്ള തലത്തിലായിരുന്നു കോൺഗ്രസിന്റെ പല തലമുതിർന്ന നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേസമയം തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റു എല്ലാ പാർട്ടികളും, ഈവൻ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളും, തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയും, അതുപോലെ തന്നെ അഭിഷേക് ബാനർജിയും, DMKയുടെ സ്റ്റാലിനും, ഉദയനിധി സ്റ്റാലിനും, CPMലെ നേതാക്കന്മാർ, SFIയിലെയും DYFIയിലെയും നേതാക്കന്മാരും പോലത്തെ പല ഇടതുപക്ഷ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഒഴികെയുള്ള RJDയും അതേപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുടെയും എല്ലാ നേതാക്കന്മാരും, അഖിലേഷ് യാദവ് അടക്കമുള്ള പല നേതാക്കന്മാരെ ഈ വിഷയം ബന്ധപ്പെട്ട് പ്രകാശ് രാജ് അടക്കമുള്ള പല നേതാക്കന്മാരും പരസ്യമായ പിന്തുണ കൊടുക്കുന്നു. പരസ്യമായ പിന്തുണക്കൊപ്പം തന്നെ ഡയറക്റ്റ് അവിടെ പോയിട്ട് അവരെ പിന്തുണ അർപ്പിക്കുന്നു. അപ്പോഴും എല്ലാവിധ കാര്യങ്ങളും ഇന്ത്യ മുന്നണിയിലെ മറ്റെല്ലാ പാർട്ടികളും എടുത്തപ്പോഴും അപ്പോഴും മൗനം പാലിച്ച ഒരേ ഒരു പാർട്ടി അത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ ഈ മൗനത്തിനെല്ലാം പെട്ടെന്ന് മിഞ്ഞാന്ന് രാത്രി രാഹുൽ ഗാന്ധി പെട്ടെന്ന് മോദിയുടെ വസതിക്ക് മുമ്പിൽ ഇരുന്ന് സമരം ചെയ്യുന്നു. അതുവരെ ഇന്റലിജൻസ് കണ്ട ഏറ്റവും വലിയ ഒരു പിഴവായിരുന്നത്. കാരണം പാർലമെന്ററി അറ്റാക്കിന് ശേഷം ഇന്റലിജൻസിന് വന്ന ഏറ്റവും വലിയ വീഴ്ചയാണ് അത് എന്നാണ് ഇന്നലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പറഞ്ഞത്. കാരണം രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തും എന്നുള്ളത് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും രാജ്യതലസ്ഥാനം അത് വലിയ തരത്തിലോട്ട് ചർച്ചാ വിഷയമാവുകയും ഒരുപക്ഷെ BJPയുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ള സന്ദർഭത്തിലോട്ട് വരെ എത്തിയിരുന്നു. കാരണം നമുക്കറിയാം, മണിപ്പൂർ വിഷയത്തിൽ ഏകദേശം 3 മാസം കഴിഞ്ഞാണ് നരേന്ദ്രമോദി ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് രാജ്യത്തോട് നടത്തിയത്, അല്ലെങ്കിൽ അഭിസംബോധന മൻ കി ബാത് പോലത്തുള്ള പ്രോഗ്രാമിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ 3 മാസത്തിന് ശേഷമാണ് എന്നുള്ളതാണ്. കാശ്മീർ വിഷയത്തിലും അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഏകദേശം 6-7 മാസത്തിന് ശേഷമാണ് അദ്ദേഹം ഒന്ന് സംസാരിച്ചത്. അപ്പം ഇത്തരത്തിൽ വലിയ തരത്തിൽ സൈലൻസ് കീപ്പ് ചെയ്യുന്ന മോദി പോലും യുവാക്കളുടെ വിഷയം വരുമ്പോൾ വെറും 23 ദിവസം കൊണ്ട് ഈ പറഞ്ഞ പോലെ സോനം വാങ്ചുക് നിരാഹാര സമരം കടക്കുന്നു. ഇതെല്ലാം കൈവിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ 26ാമത്തെ ദിവസം മോദി ഈ പറഞ്ഞ പോലെ ട്വീറ്റ് കൊടുക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാത്രി തന്നെ വീഡിയോ കോൺഫറൻസിലൂടെ രംഗത്ത് വരുന്നു. യുവാക്കൾക്ക് എല്ലാവിധ പിന്തുണയുമായി മോദി തന്നെ രംഗത്ത് വരുന്നു. അപ്പോഴും ഈ പറഞ്ഞ പോലെ വലിയ തരത്തിലുള്ള ആകാംക്ഷ ബാക്കിയുണ്ടായിരുന്നു. മോദി വിഷയം ബന്ധപ്പെട്ട് എന്ത് നിലപാടെടുക്കും, ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുമോ ഇല്ലയോ എന്നുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് വലിയ തരത്തിലുള്ള വിഷയത്തിലോട്ട് പോകുന്നു. മോദി ഇപ്പോഴും ആ വിഷയം ബന്ധപ്പെട്ട് ഇന്നേ വരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി പാർട്ടിക്കുള്ളിൽ കിടക്കുന്നുണ്ട്. കാരണം അത് BJP കൂട്ടിയാൽ കൂടുന്ന ഒരാളല്ല ധർമ്മേന്ദ്ര പ്രധാൻ എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. കാരണം RSSന്റെ നേതാവാണ് ധർമ്മേന്ദ്ര പ്രധാൻ. RSSന്റെ നേതാവ് അല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ പോലെ പല വഴിക്കും മോദിയും അല്ലെങ്കിൽ
RSSും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു നിമിഷം മോദി പോലും പറഞ്ഞത് താനൊരു ബയോളജിക്കൽ ഹ്യൂമൻ അല്ല എന്നാണ് മോദി പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് RSS നേതാക്കന്മാർ പരസ്യമായി മോദിക്കെതിരെ രംഗത്ത് വരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അമിത്ഷായും BJPയുടെ അധ്യക്ഷൻ JP നദ്ദ അടക്കം പറഞ്ഞത് ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് RSSന്റെ സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ ഇനിയൊരു ഇലക്ഷനിൽ ഞങ്ങൾക്ക് RSSന്റെ സപ്പോർട്ട് ആവശ്യമില്ല, ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ മാത്രം തങ്ങളുടെ സംഘടനാശേഷി വർദ്ധിച്ചു എന്നുള്ള തരത്തിലാണ് അന്ന് JP നദ്ദ അടക്കമുള്ള ആളുകൾ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് 2024 ലോക്സഭാ ഇലക്ഷനിൽ BJP RSS പല ഭാഗങ്ങളിൽ കൈവിടുന്നത് കണ്ടു. അതിന്റെ ഭാഗമായാണ് UP അടക്കമുള്ള പല സംസ്ഥാനങ്ങളും അതിദയനീയമായി സീറ്റുകൾ നഷ്ടപ്പെട്ടതും 2024 ഇലക്ഷനിൽ ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാണ്ട് JDUവിന്റെയും അതേപോലെ തന്നെ TDP തെലുഗുദേശം പാർട്ടിയുടെ എല്ലാം സപ്പോർട്ടോട് കൂടിയാണ് പിന്നീട് BJP ഭരിച്ചത് എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള വീണ്ടും ഒരു പ്രതിസന്ധിയിലോട്ട് രാജ്യതലസ്ഥാനം കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് BJPക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള ആശയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. BJPയുടെ പല തലമുതിർന്ന നേതാക്കന്മാരും പറയുന്നത് വിദ്യാർത്ഥികളുടെ കാര്യം പൂർണ്ണമായും ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ്. അവർ മുമ്പോട്ട് വെച്ച പല ന്യായങ്ങളും ഒരു വിദ്യാർത്ഥി മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ന്യായങ്ങൾ തന്നെയാണ്. അത് അവരെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ മാത്രമാണെന്നുള്ളതും അതിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്നുള്ളതും മറ്റാരുമല്ല പറയുന്നത്, BJPയിലെ പല തലമുതിർന്ന നേതാക്കന്മാരുമാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും BJP ഏത് തരത്തിൽ നിലപാടെടുക്കും എന്നുള്ളതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതെങ്കിലും നിലപാടെടുക്കുമോ എന്നുള്ള വിധത്തിലുള്ള ചോദ്യചിഹ്നം കിടക്കുന്നു. എന്തായാലും സോനം വാങ്ചുങ്ങിന്റെ നിരാഹാര സമരം ഒരു പരിധിവരെ ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ BJPക്കും അതുപോലെ തന്നെ BJPയുടെ തലമുതിർന്ന നേതാക്കന്മാർക്കും സാധിച്ചു എന്നുണ്ടെങ്കിൽ പോലും ഇനി CJP ഇതുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിലോട്ട് പോകും എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിജിത് ദീപ്കയുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3ഓളം നിർദ്ദേശങ്ങൾ അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോഴും മിണ്ടാത്ത ഒരേ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. എന്തായാലും വരും ദിവസങ്ങൾ ഇത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകും. ഒരുപക്ഷെ ഈ അഭിജിത് ദീപ്കയും സോനം വാങ്ചുങ് കീഴടങ്ങിയ പോലെ ഒരുപക്ഷെ അഭിജിത് ദീപ്കയും കീഴടങ്ങാൻ ചാൻസ് കൂടുതലാണ്. പകരം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും മുമ്പോട്ട് വെച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴിവാക്കാനുള്ള ഒരു നീക്കമായിരിക്കും BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. കാരണം RSSനെ തെറ്റിച്ചാൽ അത് മോദിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടിയാവും. അതുകൊണ്ട് തന്നെ മോദിയെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയിലോട്ടാണ്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഈ വിഷയങ്ങൾ എങ്ങനെയാണ് ഇനി BJP കൈകാര്യം ചെയ്യുക എന്നുള്ളതും. മോദിക്കൊരു അഗ്നിപരീക്ഷയാണ് ഈ ഒരു വിഷയം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം 2019 കർഷക സമരത്തിന് ശേഷം മോദിയെ വിറപ്പിച്ച ഒരു മൂവ്മെന്റ് തന്നെയാണിത്. രാജ്യതലസ്ഥാനം വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലോട്ട് പോകുന്നു. മാത്രമല്ല പഞ്ചാബിലെ പല കർഷകരും പൂർണ്ണ പിന്തുണയുമായി രംഗത്തോട്ട് വരുന്നു. എന്തായാലും ഇത് മോദിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇത്രയും കാലം തനിക്ക് മേലെ ഒരാളില്ല അല്ലെങ്കിൽ തന്റെ ഇമേജിന് മുകളിൽ മറ്റൊരു ഇമേജ് ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന മോദിയുടെ ഇമേജിന് കരിയറിന് ഏറ്റവും വലിയൊരു കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഈ വിഷയങ്ങളെല്ലാം എങ്ങനെയായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചലിക്കാൻ പോകുന്നത് എന്നുള്ളത്.